ാണ് അയൺ എന്ന് പറയുന്നത്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് മാസങ്ങൾ മുമ്പ് തന്നെ നമ്മൾ ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് അയൺ കുറവുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളായ ചീരയിൽ നല്ലോണം അയൺ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ മത്സ്യം, മാംസം, അതായത് മെലിഞ്ഞ മാംസം, അതായത് ബീഫ്, കോഴിയിറച്ചി, ടർക്കി കോഴിയുടെയും നല്ലതാണ്. അതേപോലെ തന്നെ ധാന്യങ്ങളിലും ഒരുപാട് അയൺ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഭക്ഷണത്തിൽ ഒരുപാട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് ഡെയിലി ഇങ്ങനെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഡെയിലി 18 മില്ലിഗ്രാം അയൺ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് പോകണം. ഇത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും ഒക്കെ വളരെ അത്യാവശ്യമാണ്. ഇനി അയണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തന്നെ അത് പ്രീമച്യൂർ ലേബർ ഉണ്ടാവാം, അല്ലെങ്കിൽ അബോർഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഭാരക്കുറവ് ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കുട്ടിക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അയണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം.